പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഫീൽഡിനകത്തു നിന്നൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമൊക്കെയാണ്. കാരണം നമ്മൾ ഈ മോണിറ്റൈസേഷൻ്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് ഇവരിങ്ങനെ ചോദിക്കും. അപ്പോൾ പുള്ളി ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇടയ്ക്ക് കുത്തി ചോദിക്കും, നിനക്ക് വേറെ വഴിയില്ല, എന്ന് മോണിറ്റൈസേഷൻ ആവാനാണ് ഈ 4000 മണിക്കൂർ തികയണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇകഴ്ത്തലല്ല, പുകഴ്ത്തലും വേണ്ട, പക്ഷെ ഒരു ജസ്റ്റിസ് ആവും. ഇതൊക്കെ ശരിയാണ്, നീ അതിൻ്റെ കൂടെ, അതാണ് നമുക്ക് ആവശ്യം. പക്ഷേ എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ഞാനപ്പോൾ മാഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനൊരു മറുപടി ഒരു സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ അയച്ചു തരും. ആ 4000 മണിക്കൂർ തികഞ്ഞ അന്ന് ഞാൻ ആ സ്ക്രീൻഷോട്ട് ആൾ കാണുന്നുണ്ടാവും, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അയച്ചു കൊടുത്തു ആ ആൾക്ക്. അപ്പോൾ എനിക്കത് ഭയങ്കര പെയിൻഫുള്ളാണ്. കാരണം നമ്മൾ രക്ഷപ്പെടണോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നമ്മൾ വരും ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, ചുമ്മാ എനിക്ക് യൂട്യൂബിൻ്റെ ഒന്നും അറിയാണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന 7.5 ലക്ഷം ആളുകൾ എന്ന് പറയുന്നത്, ഞാൻ ഒരു ഒറ്റ വീഡിയോയിലും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. അവരിഷ്ടത്തോടു കൂടി വന്നതാണ് നമ്മളെ ചാനൽ കാണുന്നത്.